നന്ദി പറയാനും ഒരു സന്തോഷ് തുളസീധരൻ ഏറെ നന്ദി പറയാൻ വേണ്ടിയുള്ള ഒരു നിമിഷമാണ്. കാര്യം ഈ പ്രതികൂല കാലാവസ്ഥയിലും വമ്പൻ വിജയമാണ് കോഴിക്കോട്ടെ എക്സിബിഷൻ. ആയതിനാൽ തന്നെ 23-ാം തീയതി വരെ, ഈ മാസം 23-ാം തീയതി വരെ പ്രദർശനം നീട്ടിയിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് പ്രതികൂല കാലാവസ്ഥ മാത്രമല്ല നമ്മൾ നേരിട്ടത്. ചെറിയ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ചെറിയ കുത്തിത്തിരിപ്പുകളും അത്യാവശ്യം കുറേയധികം പ്രശ്നങ്ങളും നേരിട്ടിട്ട് തന്നെയാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യക്ഷമായും പരോക്ഷമായും 500-ലധികം ആൾക്കാർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെർമെയ്ഡുകളാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മത്സ്യകന്യകൾ. നിങ്ങളൊക്കെ ഏകദേശം കണ്ടു കാണും. പിന്നെ കേരളത്തിൽ തന്നെ കോവളത്തും തിരുവനന്തപുരത്തൊക്കെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂബ ഡൈവേഴ്സ്, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. 120 രൂപയുടെ ടിക്കറ്റ് നിരക്കായിരുന്നു. 5 വയസ്സിന് മുകളിലുള്ള 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആയിരുന്നു. പിന്നെ ഭിന്നശേഷിക്കാർക്കും നമ്മൾ ഫ്രീ ആയിരുന്നു. അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാക്കിംഗ് വേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാത്തിലുപരിയായിട്ട് കോഴിക്കോട് നിവാസികളെ ഈ പ്രോഗ്രാം ഇങ്ങനെ വന്നെന്നുള്ളത് അറിയിച്ച പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ കമ്മിയുടെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങൾ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ തുടങ്ങി കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ഒന്നും നേരിടാത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 12ഓളം സർക്കാരിന്റെ വിവിധ ഏജൻസികൾ വിവിധ മേഖലയിൽ പെർമിഷൻ എടുക്കണം. അതായത് ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങി കോർപ്പറേഷൻ, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം. എവിടെയും ഒരു പേപ്പറുമായിട്ട് ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യം. എന്തെങ്കിലും ഒരു ചെറിയൊരു കുത്തിത്തിരിപ്പ് അവിടെ വെച്ചിരിക്കും. ആ കുത്തിത്തിരിപ്പുകളൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ഷോ ഇത്ര നാളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നിലവിലൊരു ഷോയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് മാത്രമല്ല, വയനാട്, പാലക്കാട്, തൃശ്ശൂര്, കാസർഗോഡ് നിന്ന് വരെ ഈ ബൾക്കായിട്ട്, അതായത് ഗ്രൂപ്പായിട്ട് തന്നെ ഷോ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. ഈ അവിടെ ഈ സരോവരം പാർക്ക് നിങ്ങൾക്ക് അറിയാം, ഏകദേശം നല്ല രീതിയിൽ തന്നെ ചെള്ളയും വെള്ളമൊക്കെ ആയിരുന്നു. അതും ഞങ്ങൾ കുറേ അധികം പൈസയൊക്കെ മുടക്കി ചെള്ളയും വെള്ളം ചവിട്ടാതെ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി. പ്രത്യേക തരത്തിൽ നടപ്പാലം തന്നെ നമ്മളവിടെ ഉണ്ടാക്കി. ആൾക്കാർക്ക് ഈ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നല്ലൊരു നടപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പാർക്കിങ്ങിൽ പിന്നെ ഏകദേശം 600ഓളം വണ്ടികൾ, 600-750 വണ്ടികൾ ഇടാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യവും അവിടെ സജ്ജമാണ്. പിന്നെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ